എന്തുകൊണ്ടാണ് മലയാള സിനിമ കംപ്ലീറ്റ്ലി ഒരു സ്റ്റാർ ഡ്രിവൺ ഇൻഡസ്ട്രി അല്ലാത്തത് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ. അതായത് വേൾഡ് വൈഡ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിക്കുന്ന സിനിമ അതൊരു ആക്ട്രസിൻ്റെ പേരിലാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വേറെ ആരെക്കുറിച്ചല്ല, നമ്മുടെ കല്യാണി പ്രിയദർശനെ കുറിച്ചാണ്. അപ്പോൾ നെപ്പോ കിഡ് എന്നൊരു ടാഗിൽ നിന്നും ഇന്ന് കാണുന്ന ഒരു ലെവലിലേക്കുള്ള കല്യാണി പ്രിയദർശൻ്റെ വളർച്ച എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. അതായത് നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ കല്യാണി പ്രിയദർശൻ ഒരു നെപ്പോ കിഡാന്നുള്ള കാര്യം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കല്യാണിയുടെ അച്ഛനും അമ്മയും നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രി തന്നെ ഉള്ള ആൾക്കാരാണ്. അതായത് നമ്മുടെ മലയാളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഡയറക്ടറായിട്ടുള്ള നമ്മുടെ പ്രിയദർശൻ സാറാണ് പുള്ളിക്കാരത്തിയുടെ അച്ഛൻ. അതുപോലെ തന്നെ ആളുടെ അമ്മ എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിലെ തന്നെ 90s കാലഘട്ടത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു സമയത്ത് മെയിൻ നടിയായിട്ടുണ്ടായിരുന്ന ലിസിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കല്യാണി പ്രിയദർശൻ പുള്ളിക്കാരത്തിയുടെ കരിയർ, അതായത് പുള്ളിക്കാരത്തിയുടെ ഫിലിം കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്നാണ്. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല, ഞാനിപ്പോഴാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, ആളുടെ ഫസ്റ്റ് പടം എന്ന് പറയുന്നത് ഹെലോ എന്ന് പറയുന്നൊരു പടമാണ്, തെലുങ്കിൽ തന്നെയുള്ളൊരു പടമാണ്. ആ ഒരു പടത്തിന് ആൾക്ക് ഫിലിം ഫെയർ അവാർഡ് സൗത്തിൽ നിന്ന് ബെസ്റ്റ് ഫീമെയിൽ ഡെബ്യൂട്ടിന് അവാർഡ് കിട്ടി. അതുപോലെ തന്നെ സൗത്ത് ഇന്റർനാഷണൽ മൂവി അവാർഡ്സിൽ നിന്ന് ബെസ്റ്റ് ഫീമെയിൽ ഡെബ്യൂട്ടിൻ തെലുങ്കിനും അവാർഡ് കിട്ടി. ഈ പടം ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ പടത്തിലെ അഭിനയത്തെക്കുറിച്ചൊന്നും പറയാൻ എനിക്കറിയത്തില്ല. ഈ ഒരു പടമൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ഈ പടം എങ്ങനെ ഉണ്ടെന്ന്. ഈ ഒരു പടം ഇറങ്ങിയത് 2017 ഈ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് 2018 വേറെ പടമൊന്നും വന്നിട്ടില്ല. അത് കഴിഞ്ഞ് 2019 പുള്ളിക്കാരത്തി തെലുങ്കിൽ തന്നെ വേറെ 2 പടം കൂടെ ചെയ്തു, ചിത്രലഹാരിയും രണരംഗവും. ഇതും പടത്തെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ കഴിയില്ല, കാരണം ഞാൻ ഇതും കണ്ടിട്ടില്ല. ഈ ഒരു പടം കഴിഞ്ഞിട്ട് വന്ന അടുത്ത പടം എന്ന് പറയുന്നത് ഹീറോ എന്ന് പറയുന്നൊരു പടമാണ്. ഇതൊരു തമിഴ് പടമാണ്. പുള്ളിക്കാരത്തി തെലുങ്കിൽ നിന്ന് നേരെ തമിഴിലേക്കാണ് പോയത്. ആൻഡ് ഇതൊരു സൂപ്പർ ഹീറോ പടമാണ് കേട്ടോ. ഇതിൽ ശിവകാർത്തികനാണ് മെയിൻ ലീഡ്. ആൻഡ് ഈ ഒരു പടം കഴിഞ്ഞിട്ട് അടുത്ത വർഷം, അതായത് 2020 നമ്മുടെ കല്യാണി പ്രദേശം മലയാള സിനിമയിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. അങ്ങനെ പുള്ളിക്കാരത്തി ആദ്യമായിട്ട് ചെയ്ത സിനിമ എന്ന് പറയുന്നത് നമ്മുടെ വരനെ ആവശ്യമുണ്ടെന്ന് പറയുന്ന സിനിമയാണ്. അത്യാവശ്യം നല്ലൊരു സിനിമയാണ്, പലരും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു പടത്തിന് അത്യാവശ്യം വലിയൊരു കാസ്റ്റ് ഒക്കെ ഉണ്ട്. അതുപോലെ DQ, നമ്മുടെ സുരേഷ് ഗോപി, ശോഭന തുടങ്ങിയ കുറേ ആൾക്കാരുണ്ട്. ശോഭന, സുരേഷ് ഗോപിയൊക്കെ കുറേ നാൾക്ക് ശേഷം വന്നൊരു പടമായിരുന്നു, നല്ലൊരു പടമായിരുന്നു അത്. ഇതിന് ശേഷം ഈ സെയിം വർഷം തന്നെ തമിഴിലാണ് അടുത്ത പടം വന്നത്, പുത്തൻ പുതു കാലൈ എന്ന് പറയുന്നൊരു പടം. ഈ ഒരു പടം ഒരു ആന്തോളജി പടമാണ്, ഒരു 5 ഷോർട്ട് ഫിലിംസ് ഒരുമിച്ച് വരുന്ന പോലത്തെ ഒരു സംഭവം. ഈ ഒരു സിനിമയിലെ ഒരു ഇളമേ ഇതോ എന്ന് പറയുന്നൊരു പാട്ടിലാണ് പുള്ളിക്കാരത്തി അഭിനയിച്ചേക്കുന്നത്. അതിൽ ജയറാം അതുപോലെ തന്നെ ഉർവശിയൊക്കെ ഉണ്ട്, കൂട്ടത്തിൽ നമ്മുടെ കാളിദാസ് ജയറാമും ഉണ്ട്, കൂടെ കല്യാണ പ്രിയദർശനും. അതിന് ഇത് കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലമാണ് അടുത്ത പടം വരുന്നത്. അടുത്ത കൊല്ലം വന്നത് തമിഴിൽ തന്നെയാണ്, നമ്മുടെ മാനാട് എന്ന് പറയുന്ന പടം. ഈ ഒരു പടം അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ കയറിയ പടമാണ്, ഓൾമോസ്റ്റ് 100 കോടിയോളമൊക്കെ കളക്ഷൻ കയറിയ പടമാണ്. ഈ ഒരു പടത്തിന് ശേഷം പുള്ളിക്കാരത്തി മലയാളത്തിൽ മാത്രമേ വേറെ പടം ചെയ്തിട്ടുള്ളൂ, വേറെ ഇൻഡസ്ട്രിയിലോട്ടൊന്നും അത് കഴിഞ്ഞ് പോയിട്ടില്ല. ഈ ഒരു പടത്തിന് ശേഷം അടുത്തതായിട്ട് പുള്ളിക്കാരത്തിയുടെ വന്ന സിനിമ എന്ന് പറയുന്നത് നമ്മുടെ മരക്കാർ അറബിക്കടൽ സിംഹമാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ ആ ഒരു ടൈമിൽ വലിയൊരു ഹൈപ്പിൽ വന്ന് നമ്മുടെ ബോക്സ് ഓഫീസിൽ ഒരു ഡിസാസ്റ്റർ ആയിപ്പോയ പടമാണ്. നമ്മുടെ ലാലേട്ടൻ അതുപോലെ തന്നെ പുള്ളിക്കാരത്തിയുടെ അച്ഛൻ തന്നെ ഡയറക്ട് ചെയ്ത, പ്രിയദർശൻ സാർ ഡയറക്ട് ചെയ്ത മരക്കാർ അറബിക്കടൽ സിംഹം. ഇതിന് ശേഷം ആളുടെ വന്ന കുറച്ച് പടങ്ങളൊക്കെ അത്യാവശ്യം നല്ല പടങ്ങളാണ്. അടുത്ത പടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ വിനീത് ശ്രീനിവാസൻ ഡയറക്ട് ചെയ്ത് നമ്മുടെ പ്രണവ് മോഹൻലാൽ മെയിൻ ക്യാരക്ടറായിട്ട് വന്ന നമ്മുടെ ഹൃദയം. ഈ ഒരു പടത്തിൽ എല്ലാവർക്കും അറിയുന്ന പോലെ പുള്ളിക്കാരത്തിയുടെ ക്യാരക്ടർ അത്ര ഫുൾ ലെങ്കിൽ പോകുന്ന ഒരു ക്യാരക്ടർ അല്ല, എങ്കിൽ പോലും ഉള്ള സമയം ആള് നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു പടമാണ് പുള്ളിക്കാരത്തിക്ക് അത്യാവശ്യം കുറച്ചൊരു വിസിബിലിറ്റി കൊടുത്തേന്നുള്ളത്. അടുത്ത പടം എന്ന് പറയുന്നത് നമ്മുടെ ബ്രോ ഡാഡിയാണ്. നമ്മുടെ രാജുവേട്ടൻ ഡയറക്ട് ചെയ്ത്, നമ്മുടെ രാജുവേട്ടനെ നമ്മുടെ ലാലേട്ടൻ എല്ലാവരും ഉള്ള നമ്മുടെ ബ്രോ ഡാഡി. ഈ പടം ഡയറക്റ്റ് OTTയിലാണ് ഇറങ്ങിയത്. ആദ്യമേ ഇറങ്ങിയപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത അഭിപ്രായമൊക്കെ കിട്ടി, പിന്നീട് ഒരുപാട് ആൾക്കാർ റിപ്പീറ്റ് വാല്യൂ ഉള്ളൊരു പടം എന്നൊക്കെയാണ് പറയുന്നത്. അടുത്ത പടം നമ്മുടെ തല്ലുമാല, നമ്മുടെ ഖാലിദ് റഹ്മാൻ ഡയറക്ട് ചെയ്ത് നമ്മുടെ ടൊവിനോ ഒക്കെ മെയിൻ ലീഡിൽ വന്ന നമ്മുടെ തല്ലുമാല. ഇതിലെ ആളുടെ ക്യാരക്ടർ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആൾ ചെയ്തിട്ടുണ്ട്. വലിയ അടിപൊളി പടമാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് അത്ര അടിപൊളിയായിട്ടൊന്നും ഇഷ്ടപ്പെട്ട പടമല്ല, ബട്ട് മേക്കിംഗ് വൈസും എഡിറ്റിംഗ് ഒക്കെ വൈസ് അടിപൊളിയാണ്. ഈ ഒരു പടം ഇറങ്ങിയ സമയത്ത് ഭയങ്കര ട്രെൻഡായിരുന്നു, ഒരുപാട് ആൾക്കാർ ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. എനിക്കിത് ഓർമ്മയുണ്ട്, ഈ ഒരു പടത്തിലെ ഒരു കോസ്റ്റ്യൂം ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ട്രെൻഡിങ് ആയിട്ട്. ഇത് കഴിഞ്ഞ് പുള്ളിക്കാരത്തെ ഒരു പടം ചെയ്തു, ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന് പറയുന്ന പടം. ഈ ഒരു പടം എന്ന് പറയുന്നത് ആള് തന്നെയായിരുന്നു മെയിൻ ലീഡ്, ബട്ട് എങ്കിൽ ഈ പടം മൊത്തത്തിലൊരു ഡിസാസ്റ്റർ എന്നൊക്കെ തന്നെ നമുക്ക് പറയാം. തിയേറ്ററിൽ വൻ ഫ്ലോപ്പായിരുന്നു. ഫ്ലോപ്പാണെന്ന് മാത്രമല്ല നല്ല രീതിക്ക് തന്നെ ട്രോളൊക്കെ കിട്ടിയ പടമാണ്, ഇൻസ്റ്റയിലൊക്കെ ഫുള്ള് ട്രോളായിരുന്നു ഇതിൻ്റെ. ഇത് കഴിഞ്ഞിട്ടാണ് ആന്റണി എന്ന് പറയുന്ന നമ്മുടെ പടം ചെയ്യുന്നത്. നമ്മുടെ ജോഷി സാർ ഡയറക്ട് ചെയ്ത് നമ്മുടെ ജോജി ജോർജ് ഒക്കെ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. അല്ലാണ് ഈ പടത്തിൽ അത്യാവശ്യം ആക്ഷൻ കാര്യങ്ങളൊക്കെ കല്യാണി ചെയ്യുന്നുണ്ട്. ഈ പടത്തിലെ ആക്ഷനാണ് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരത്തെ ലോക എന്ന സിനിമയിലേക്ക് ഒരു രീതിയിലൊക്കെ എത്തിച്ചതെന്ന് പറയാം. ഇവന്തോ ഈ ഒരു പടത്തിലെ ആക്ഷൻ ഒന്നും നമ്മുടെ ലോക ചെയ്തു വെച്ചേക്കുന്ന സാധനമൊന്നും പറ്റി കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതിനുള്ള ആക്ഷൻ ഒന്നും ഈ പടത്തിൽ ചെയ്തിട്ടില്ല. എങ്കിൽ പോലും പുള്ളിക്കാരത്തെ ആക്ഷൻ പറ്റും എന്ന് പ്രൂവ് ചെയ്തത് ഈ ഒരു പടത്തിലാണ്. അത്യാവശ്യം നല്ലൊരു പടമാണത്. ഇതിന് ശേഷം പുള്ളിക്കാരത്ത് ചെയ്ത പടം എന്ന് പറയുന്നത് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷമാണ്, എഗെയിൻ വിത്ത് നമ്മുടെ പ്രണവ് മോഹൻലാൽ, നമ്മുടെ വിനീത് ശ്രീനിവാസൻ കോംബോ. ഇത്തവണ കൂട്ടത്തിൽ ധ്യാനം ഉണ്ട്. ആ പടം തിയേറ്ററിൽ നിന്ന് നല്ല കളക്ഷനൊക്കെ വാരിയൊരു സിനിമയായിരുന്നു. അത്യാവശ്യം കുറേ ആൾക്കാരൊക്കെ തിയേറ്ററിൽ നല്ല രീതിക്ക് വർക്കായി. ബട്ട് OTT വന്നിട്ട് ഒരുപാട്
ഓഫ് കിട്ടിയ പടമായിരുന്നു. ഇനി ഇത് കഴിഞ്ഞ് പുള്ളിക്കാരത്തിയുടെ പടം ഇറങ്ങുന്നത് നമ്മുടെ 2025 അതായത് നമ്മുടെ ഈ കൊല്ലം ഓണത്തിനാണ് പുള്ളിക്കാരത്തിയുടെ പടം ഇറങ്ങുന്നത്. ഇക്കൊല്ലം ഓണത്തിന് എല്ലാവർക്കും അറിയുന്ന പോലെ കല്യാണിയുടെ 2 പടമാണ് റിലീസായത്. ഒരെണ്ണത്തിൽ ആൾ തന്നെയാണ് ലീഡ് ക്യാരക്ടർ, ഒരെണ്ണത്തിൽ നമ്മുടെ ഫാഫയാണ് മെയിൻ ക്യാരക്ടർ. നമ്മുടെ ഫാഫ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്ന പടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓടും കുതിര ചാടും കുതിരയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും. അത്യാവശ്യം നല്ല ബഡ്ജറ്റിലൊക്കെ വന്ന പടമാണ്. പക്ഷേ ക്ലാഷിൽ വന്ന് പടം പോയി. നല്ല ഒരു ഓൾമോസ്റ്റ് ബിലോ ആവറേജ് ടു നെഗറ്റീവ് റിവ്യൂ ആണ് പടത്തിന് വന്നത്. ഓൾമോസ്റ്റ് ഫസ്റ്റ് വീക്കിൽ തന്നെ പടം വാഷ് ഔട്ട് ആയെന്ന് പറയാം, ഡിസാസ്റ്ററിലേക്കൊക്കെ പോയെന്ന് പറയാം. ഒരു പടം അവിടെ വളരെ ബിലോ ആവറേജ് റിവ്യൂ ഒക്കെ കിട്ടി പോയപ്പോഴത്തേക്കിന് ആളുടെ തന്നെ അടുത്ത പടം കീറി കൊളുത്തി ക്ലാഷ് തൂക്കിയെന്ന് തന്നെ പറയാം. ക്ലാഷ് തൂക്കിയെന്ന് പറയാന്നല്ല, ക്ലാഷ് തൂക്കി. അതായത് നമ്മുടെ ലോക ഇപ്പൊ പടം ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കണ്ടു കാണും. പടം ഏത് റേഞ്ചിലേക്കാണ് പോയേക്കുന്നതെന്ന് ഞാൻ ആരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ല. പാൻ ഇന്ത്യൻ ലെവലിലേക്ക് പടം പോയിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും ഒരുപാട് സ്ഥലത്തൊന്നും പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവന്റെ ഇടയ്ക്കൊക്കെ ചെറിയ കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ പൊങ്ങി വന്നെങ്കിൽ പോലും അതൊന്നും പടത്തിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല. പടം നല്ല രീതിക്ക് തന്നെ കയറി കൊളുത്തി. പടം എന്നിട്ട് വേറെ റേഞ്ചിൽ പോയി. ഇപ്പോൾ ഓൾമോസ്റ്റ് 250 കോടി കളക്ഷൻ കഴിഞ്ഞു. 250 കോടി കളക്ഷൻ കഴിഞ്ഞെന്ന് മാത്രമല്ല, ഇപ്പൊ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തേക്കുന്ന പടമായിട്ട് ലോക എന്ന സിനിമ മാറിയിട്ടുണ്ട്. കല്യാണി പ്രിയദർശൻ എന്ന് പറയുന്ന ആക്ട്രസിനെ സംബന്ധിച്ച് ഇതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. കാരണം എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ വേറെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് ഫിലിം ഒരു ഫീമെയിൽ സെൻട്രിക് പടമാണെന്നുള്ളത്. അങ്ങനെ വലിയൊരു അച്ചീവ്മെന്റ് ഉണ്ട്. അത് കൂടാതെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തേക്കുന്ന ഫീമെയിൽ സെൻട്രിക് പടവും നമ്മുടെ ലോക തന്നെയാണ്. ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തെന്ന് മാത്രമല്ല, ഫസ്റ്റ് 100 കോടി കൂടെ ആയിരുന്നു നമ്മുടെ കേരളത്തിൽ നിന്നല്ല, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഫസ്റ്റ് 100 കോടിയുള്ള ഒരു ഫീമെയിൽ സെൻട്രിക് പടമായിരുന്നു ലോക. അങ്ങനെ ലോക എന്ന സിനിമയിലൂടെ അച്ചീവ്മെന്റുകളുടെ ഒരു കൂമ്പാരം എന്നൊക്കെ തന്നെ പറയാം നമ്മുടെ കല്യാണി പ്രദേശം വന്നത്. അപ്പോൾ പടത്തെക്കുറിച്ച് ഞാൻ ഒത്തിരി ഒന്നും വലുതായിട്ട് പറയുന്നില്ല. ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കറൻലി ഇപ്പോൾ ട്രെൻഡിങ്ങിൽ തന്നെയാണ് നിൽക്കുന്നത്. പടം ഇറങ്ങിയിട്ട് 1 മാസം ആയെങ്കിൽ പോലും ഇപ്പോഴും കറൻലി ട്രെൻഡിങ്ങിൽ ആ ഒരു പടം തന്നെയാണ്. ഇനി നമുക്ക് കല്യാണിയുടെ അത്യാവശ്യം അഭിനയത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. കല്യാണിയുടെ അഭിനയത്തെക്കുറിച്ച് പറയുമ്പോഴത്തേന് പറയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കലുകൾ അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെ അഭിനയത്തെക്കുറിച്ച് നേരിടേണ്ടി വന്നേക്കുന്ന ഒരു നടിയിൽ ഒരാളാണ് നമ്മുടെ കല്യാണി പ്രിയദർശൻ. അതിൻ്റെ ഒരു നെപ്പോ കിഡ് എന്ന് മാത്രം ഒരു രീതിയിൽ വിളിച്ച് കളിയാക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇന്ന് എല്ലാവരും ആളെ പുകഴ്ത്തി പറയുക മാത്രമാണ് ചെയ്യുന്നത്. ശരിയാണ്, ലോക എന്ന സിനിമയിൽ അത്ര അഭിനയിച്ച് ബലിപ്പിക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല. ബട്ട് ആൾ ചെയ്തേക്കുന്ന ആളെടുത്തേക്കുന്ന എഫേർട്ട്, അതുപോലെ തന്നെ ആൾ ആ സിനിമ ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആൻഡ് പേഴ്സണലി ആൾ ഇത്ര വിമർശനം ഒന്നും അർഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണിത്. ആൾ ഭയങ്കര വലിയ നടിയാണ്, മലയാളത്തിലെ ദി ബെസ്റ്റ് ഒന്നും ആണെന്നല്ല ഞാൻ പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഹൃദയം ആയിക്കോട്ടെ, ബ്രോഡാഡി ആയിക്കോട്ടെ, തല്ലുമാല ആയിക്കോട്ടെ, ഇപ്പോൾ വന്നേക്കുന്ന ലാസ്റ്റ് വന്ന സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാലും തരക്കേടില്ലാതെ, മോശം പറയാനില്ലാതെ ആൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മറ്റു പല ഇൻഡസ്ട്രിയിലും പല ഫീമെയിൽ ആക്ടേഴ്സും ചെയ്യുന്നതൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അടിപൊളി എന്നൊക്കെ തന്നെ നമുക്ക് പറയാം കല്യാണിയുടെ അഭിനയം. അതുപോലെ സിനിമയ്ക്ക് പുറത്ത് ആൾ നല്ല രീതിക്ക് തന്നെ ബിഹേവ് ചെയ്യുന്നുണ്ട്. അതായത് ഒരുപാട് ആൾക്കാർക്ക് ആളുടെ ഒരു ബിഹേവിയർ ഇഷ്ടപ്പെടുന്നുണ്ട്. ലൈക്ക് ഒരു ജാടയൊന്നും ഇല്ലാത്ത കൈൻഡ് ഓഫ് പെരുമാറ്റം. അതുകൊണ്ട് തന്നെ ഓഡിയൻസിനെടുക്കെ ആൾക്കൊരു ഗേൾ നെക്സ്റ്റ് ഡോർ ഇമേജ് ഒക്കെ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ആൾക്കിനി മുന്നോട്ട് ഇപ്പം കിട്ടിയ ഫെയിം ഒക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റട്ടെ. മലയാളത്തിന് ഇയാളുടെ അടുത്ത പടം ഏതാണെന്നൊന്നും ഒരു അറിവുമില്ല. അടുത്തൊരു മാർഷൽ എന്ന് പറഞ്ഞൊരു തമിഴിലൊരു പടം വരാൻ വേണ്ടി ഇരിപ്പുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്തായാലും ആൾ വേറൊരു ലെവലിലേക്ക് തന്നെ വളരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. കല്യാണി പ്രിയദർശൻ്റെ അഭിനയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് അടിച്ചേക്ക്. അപ്പോൾ ശരി, ഓക്കെ, ബൈ.